വന്യമൃഗ ഭീതി ഒഴിയാതെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖല കാട്ടാനശല്യത്തിനു പുറമെ പുലിയടക്കമുള്ള ജീവികളുടെ സാന്നിധ്യവും പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5 വളർത്തുനായകളെയാണ് പുലി കൊന്നത്. രണ്ടു മാസം മുമ്പ് കോതമംഗലത്ത് നിന്ന് വടാട്ടുപാറയിലേക്ക് പോയ ബസ്സിൽ യാത്ര ചെയ്തവർ എടുത്ത ദൃശ്യങ്ങളാണിത്. ഇടമലയാറിനു സമീപം റോഡ് സൈഡിൽ പുലി, തൊട്ടു പിന്നാലെ കിലോമീറ്റർ അപ്പുറം കോട്ടപ്പടി പ്ലാമുടി ബാവേലി ഭാഗത്തും പുലിയുടെ സാന്നിധ്യം. ഇടതടവില്ലാതെ കാടിറങ്ങുന്ന ആനയും കാട്ടുപന്നിയും. നാൾക്കുനാൾ ഭീതി വർദ്ധിക്കുകയാണ്. വീട്ടുവളപ്പിൽ നിന്ന് വളർത്തുനായ്ക്കളെ പുലി കടിച്ചുകൊല്ലുന്നതും പതിവായി. നഗരത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തുന്നവർ, സ്കൂൾ കുട്ടികൾ, വളർത്തുമൃഗങ്ങൾ എല്ലാവരും ഭീതിയിലാണ്. വടാട്ടുപാറ പലവൻപടിയിൽ വീട്ടുമുറ്റത്തു നിന്ന് കഴിഞ്ഞ ദിവസമാണ് നായയെ പുലി കടിച്ചു കൊന്നത്. ഇത് ആശങ്ക ഇരട്ടിപ്പിച്ചു. ഇതിപ്പോൾ ഒരു പൊതു ശല്യമായിട്ട് ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഈ ഫെൻസിങ്ങിന്റെ അടിയിലെ 2 ലൈനിൽ കറണ്ട് ഇല്ലാന്നാണ് ഇവർ പറയണത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങോട്ട് കയറി വന്നത്. പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടി എത്രയും പെട്ടെന്ന് ഉൾവനത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ നിരന്തരം ഇങ്ങനെ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കുട്ടികളടക്കമുള്ള ആളുകളെ പുറത്തേക്ക് വിടുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ കളിച്ചടക്കുന്ന സ്ഥലമാണ്. അവർക്ക് പുറത്തിറങ്ങുന്നതിന് ഭയമാണ്. ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നവർക്ക് കൂട് വെച്ച് പുലിയെ ഇവിടുന്ന് പിടിച്ച് ഇവിടുന്ന് സ്ഥലത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇനി മനുഷ്യജീവൻ ആപത്തുണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഒരാഴ്ചക്കിടെ 5 നായ്ക്കളെയാണ് പുലി പിടിച്ചത്. ഇതിനു പുറമെയാണ് കാടിറങ്ങുന്ന മറ്റു വന്യജീവികൾ ഉണ്ടാക്കുന്ന ഭീതി. പരാതിയും അപേക്ഷകളുമായി നിരവധി തവണ ഉദ്യോഗസ്ഥരെ കണ്ടെങ്കിലും ഫലമുണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 24 തൊടുപുഴ.